Hello dear friends, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇംഗ്ലണ്ട് ടു സ്കോട്ട്ലൻഡ് ട്രാവൽ ചെയ്ത വീഡിയോ ആണ്. ഞങ്ങൾ അന്ന് ട്രെയിനിലായിരുന്നു പോയത്. ഇവിടെ ധാരാളം ഫാം ലാൻഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈ റോഡ് ട്രാവൽ ചെയ്താലും ട്രെയിനിൽ പോയാലും നമ്മുടെ സൈഡ് വ്യൂ ഫുൾ ഇതുപോലെയുള്ള ഫാം ലാൻഡ്സുകൾ തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു വ്യൂ ആണിത്, ഈ ഒരു ഗ്രീനറിയും ഇങ്ങനത്തെ ഫാം ലാൻഡ്സൊക്കെ കാണുമ്പോൾ. എനിക്ക് എത്ര കണ്ടാലും ഈ ഒരു വ്യൂ മതിയാവാറില്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം കാണുന്തോറും വീണ്ടും വീണ്ടും ആ ഒരു പുതുമയോടുകൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. ഫസ്റ്റ് ടൈം കാണുന്ന അതേ ആങ്സൈറ്റിയോടുകൂടി. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ഫോട്ടോസും വീഡിയോസും എടുത്താലും മതി വരാറേയില്ല. അപ്പോൾ അന്നെടുത്ത കുറച്ച് ക്ലിപ്സാണിത്. ശരിക്കും അന്നത്തെ ഞങ്ങളുടെ പ്ലാൻ സ്കോട്ട്ലൻഡ് സിറ്റി ടൗൺ ഒക്കെ ഒന്ന് കാണണം. കാരണം അവിടുത്തെ ബിൽഡിങ്സ്, അതിൻ്റെ ആർക്കിടെക്ചർ അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആണല്ലോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. എന്നിട്ട് അവിടെ ഒരു പീക്കുണ്ട്, ആ പീക്ക് കയറണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് ആ പീക്ക് കയറുന്നതാണ്. അവിടുത്തെ ബിൽഡിങ്സും ടൗണൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതെല്ലാം കാണിക്കാം. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആ പീക്ക് കയറാൻ പോകുന്ന വഴികളും ബിൽഡിങ്സും ഒക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതുവഴി ഞങ്ങൾ നടന്നു വന്നത് ഇതുപോലൊരു ഓപ്പൺ ഏരിയയിലേക്കായിരുന്നു. ആ സ്ഥലം എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ. ഫുൾ ആ ഒരു ഗ്രീനറിയും നിറയെ ബേർഡ്സിൻ്റെ ആ ഒരു കൊഞ്ചലും, പിന്നെ എന്ത് നീറ്റാണ്, അതുപോലെ മിസ്റ്റും. അപ്പം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം, ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ആ ഒരു ഏരിയ കഴിഞ്ഞ് ഒരു റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ പീക്കിലേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പീക്കിന് താഴെയുള്ളൊരു വഴിയെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ നമ്മൾ കയറാനുള്ള പീക്സ് നിറയെ യെല്ലോ കളറിൽ നിൽപ്പുണ്ടായിരുന്നു, കുറച്ച് പീക്സ് ഗ്രീനിലും. അപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു ആ ഒരു ഗ്രീനും യെല്ലോ കളറിൽ പീക്സ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് ആ ഫ്ലവർ. ഈ ഫ്ലവറാണ് ആ പീക്സ് നിറയെ ഉണ്ടായിരുന്നത്. അതിൽ കുറച്ച് മുള്ളുമുണ്ട്, സോ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെയായിരുന്നു. ആ ഫ്ലവേഴ്സും അതിനിടയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷവും നിറയെ മിസ്റ്റും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറും തോറും മിസ്റ്റ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പീക്കിൻ്റെ ടോപ്പിലെത്തിയാൽ നമുക്ക് താഴെ ടൗൺ കാണാൻ പറ്റും. പക്ഷെ അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിസ്റ്റ് ഉണ്ട്, കണ്ടില്ലേ, നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു 80% ടോപ്പിൽ കയറി. അതിനുശേഷം കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ പതിയെ താഴേക്ക് ഇറങ്ങുമായിരുന്നു, കാരണം മിസ്റ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും കയറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ പതിയെ തിരിച്ച് താഴേക്ക് ഇറങ്ങി. പക്ഷെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ സ്കോട്ട്ലൻഡിലൊക്കെ പോകുന്നവർ ഇതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ട്രെക്കിംഗ് ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോകുന്നവർ വളരെ കെയർഫുള്ളായിട്ടൊക്കെ പോയിട്ട് വരിക. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇനി ഞാൻ അവിടുത്തെ ടൗണിലെ വീഡിയോസും
അവിടുത്തെ ബിൽഡിങ്സും ഒക്കെ ആയിട്ട് വരാം. സോ അതുവരെ ബൈ.